ചില സമയത്ത് നമ്മെ ആളുകൾ ഇങ്ങനെ പ്രകോപിപ്പിക്കും, വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ നമ്മളെ ചൊടിപ്പിക്കും. പക്ഷെ ആ സമയത്ത് പോലും ക്ഷമ പാലിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ. 20ഓളം വരുന്ന ക്രൈസ്തവ പാതിരിമാർ മക്കത്തുൽ മുകറമയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. 20ഓളം ക്രൈസ്തവ പാതിരിമാർ ഹബീബായ നബിയെ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാൻ ആ ശറഫാക്കപ്പെട്ട നാവിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ കേൾക്കാനുള്ള ആവേശത്തോടെ മക്കത്തുൽ മുകറമയിലേക്ക് വന്നിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ആദികാലമാണ്. ആ 20 പണ്ഡിതന്മാര് വന്നു. അവർ റസൂലുള്ളാഹിനെ കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആന്റെ പ്രകാശം ഹബീബായ നബിയുടെ നാവിലൂടെ ആ പണ്ഡിതന്മാരുടെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി 20 പാതിരിമാരും ഇസ്ലാം സ്വീകരിക്കുകയായി. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരന്തരീക്ഷമാണ്. 20 ഇടവകകളെ നയിച്ചിരുന്ന ക്രൈസ്തവ പാതിരിമാരായ 20 പണ്ഡിതന്മാർ അവരാണ് വന്ന് കേറിയിട്ട് ഖുർആൻ കേട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ തൃക്കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു പോകുന്നത് സഹിക്കുമോ? അബൂ സുഫിയാനെ പോലെയുള്ള ആളുകൾക്ക്, അബൂ ജഹലിനെ പോലെയുള്ള ആളുകൾക്ക്? കിതാബുകളിൽ കാണാം, ഈ 20ഓളം വരുന്ന പാതിരിമാരായിരുന്ന ആളുകളെ നവവിശ്വാസികളായ മനുഷ്യരെ സ്വീകരിക്കാനായി ആ ഹാളിന്റെ പുറത്ത് അബൂജഹൽ കാത്തുനിൽപ്പുണ്ട്. ഇവര് മുസ്ലിമീങ്ങളായിട്ടാണ് വന്നത് എന്നറിയുമ്പോ അബൂജഹൽ കളി തുള്ളുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ലാ നഅലമു റക്ബൻ അഹ്മഖ മിൻകും. ഒരുപാട് യാത്രക്കാരെ ഞാൻ കണ്ടവനാണ്, ഒരുപാട് സംഘങ്ങളെ ഞാൻ സ്വീകരിച്ചവനാണ്, ഒരുപാട് ദൂതന്മാര് വന്നുപോയ ഒരു മണ്ണാണിത്. പക്ഷെ ഇതുപോലെ വിഡ്ഢികളായ, ഇതുപോലെ വിവരമില്ലാത്ത ഒരു സംഘത്തെ ഞാൻ ഇന്നേ വരെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ആരോടാണ് പറയുന്നത്? ഇന്നേ വരെ ഒരു ദുഷിച്ച വർത്തമാനം കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത പാതിരിമാരായ മനുഷ്യരാ. അങ്ങാടിയിൽ പോകുന്ന, ചന്തയിൽ ജോലി ചെയ്യുന്ന, നിരന്തരമായി കുറെ മോശപ്പെട്ട വാക്കുകളൊക്കെ കേട്ട് തഴമ്പിച്ച കാതുകളുള്ള സാധാരണ മനുഷ്യന്മാരാണെങ്കിൽ 1-2 വാക്കുകൾ കേട്ടാലും വലിയ മാറ്റൊന്നും വരാൻ പോകുന്നില്ല. അതേസമയം ഇടവകയിലുള്ള വിശ്വാസികളായ കുഞ്ഞാടുകൾ ഏറ്റവും ആദരവുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ് അവരുടെ ബഹുമാനത്തിന്റെ വാക്കുകൾ മാത്രം കേട്ടു ശീലിച്ചു വന്ന ഈ പാതിരിമാരായ പണ്ഡിതന്മാരോടാണ് പറയുന്നത്, നിങ്ങളെപ്പോലെ വിവരമില്ലാത്ത ഹംക്കുകളായ ഒരു സംഘത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആരാ പറഞ്ഞത്? സാക്ഷാൽ അബൂജഹൽ. ഏത് മനുഷ്യന്റെ ഉള്ളിലും ദേഷ്യമിങ്ങനെ ഇരഞ്ഞു പൊന്തി വരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. നാവിൻ തുമ്പത്തിൽ നിന്ന് ഏത് മോശപ്പെട്ട വാക്കും പുറത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്ന നേരമാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വന്ന് വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങിയ മഹാന്മാരായ ആ വിശ്വാസികൾ അവര് വളരെ മാന്യതയോടുകൂടെ പെരുമാറി. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിങ്ങളുടേത് പ്രത്യേകമായ ഒരു ജീവിതമാണ്, ഞങ്ങളുടെ ലെവലല്ല നിങ്ങളുടെ ലെവല്. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, നിങ്ങളെ ലെവല് വേറെയാണ്, നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ലെവലാണെന്നാണ് പറയണത്. പക്ഷെ അത് പറഞ്ഞില്ല, ഞങ്ങളുടെ ലെവല് വേറെ, നിങ്ങളുടെ ലെവല് വേറെ. സലാമുൻ അലൈക്കും, സലാം വെച്ചുകൊണ്ട് അവർ പിരിഞ്ഞുപോയി. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സലാമാണ്. സാധാരണ നമ്മൾ ഒരാളെ കാണുമ്പോൾ
സ്നേഹത്തോടുകൂടെ അവരെ അഭിവാദ്യം ചെയ്യും. അസ്സലാമു അലൈക്കും എന്ന് പറയും. ആ സലാം അല്ല ഈ പറയുന്ന സലാം. ഇത് വിഡ്ഢികളായ ആളുകളോട് സംസാരിക്കേണ്ടി വരുമ്പോ ചില ആളുകൾ അങ്ങനെയാണ്. അവർ പറയുന്നത് വിഡ്ഢിത്തങ്ങളായിരിക്കും. അവർ യഥാർത്ഥത്തിൽ തോറ്റുപോയിട്ടുണ്ടാകും. സാധാരണ പറയാറില്ലേ, അവനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല, അവൻ തോറ്റു എന്ന കാര്യം അവനെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ തോറ്റു എന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് സാധാരണ പറയാറുണ്ട്. അതുപോലെ ചില മനുഷ്യന്മാരുണ്ടാകും, ചൊറിഞ്ഞ വർത്തമാനവുമായി നമ്മുടെ മുന്നിൽ വരും. അവരോടധികം നമ്മൾ സംസാരിക്കരുത് എന്നാണ്. അവരോട് പറയാനുള്ള വാക്കാണ് സലാമുൻ, സലാമുൻ അലൈക്കും. ഒന്നും പറയല്ല, സലാം. സലാം എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിടൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ നമ്മൾ പറയില്ലേ, നമിച്ചു എന്ന് പറയും. എന്തിനാ നമിച്ചു എന്ന് പറയണത്? നിന്നോട് വർത്തമാനം പറയാൻ ഞാനില്ല, നിന്നോട് സംസാരിക്കാവുന്ന ലെവലിലല്ല ഞാനുള്ളത്. ഇതുപോലെ മാന്യമായ വർത്തമാനം പറഞ്ഞ് സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വിഡ്ഢികളുടെ വഴിയെ ഞങ്ങൾ സഞ്ചരിക്കില്ല, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാനില്ല, ഞങ്ങളിതാ മൗനം പാലിക്കുകയാണ്. വി ആർ കീപ്പിംഗ് മം. ഞങ്ങൾക്കൊന്നും പറയല്ല. സലാം വെച്ചുകൊണ്ട് ഈ സ്വഹാബികൾ നീങ്ങിപ്പോയി എന്നാണ്. ഇതാണ് മാതൃക. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ ലജ്ജാലുവാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പ്രസന്നമൂർത്തി സമുദാര ചേത വംശാഭിമാനി ശുഭവാഗ്വിലാസി. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നിനക്ക് വേണം. ഭാരതീയ സംസ്കൃതി പറയുന്ന കാര്യമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ശുഭവാഗ്വിലാസി. നിന്റെ നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ ഖൈറിന്റെ വാക്കുകളാകണം, നന്മയുള്ള വാക്കുകളാവണം, സ്നേഹത്തിന്റെ വർത്തമാനങ്ങളാവണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യന്റെ ലജ്ജ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ മാർഗം അവരുടെ വേഷവിധാനങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ ഇച്ചമാർ, നമ്മുടെ കാക്കാമാർ മുണ്ടിങ്ങനെ മടക്കി കുത്തി നടക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, അല്ലേ? മുണ്ട് മടക്കി കുത്തും. ഈ മുണ്ട് മടക്കി കുത്തുമ്പോൾ ഔറത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വെളിപ്പെടും എന്ന കാര്യം ഉറപ്പാ. അപ്പോഴാണ് പെട്ടെന്ന് കാലിയാർച്ച വരുന്നത് കാണുന്നത്. ഒരു സയ്യിദോ ഒരു ആലിമോ സ്വാലിഹായ നമ്മൾ ആദരിക്കുന്ന, നാം ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നതായി കാണുന്നത്. ഉടനെ ഈ എന്ത് ചെയ്യും? മടക്കി കുത്തിയേയുമുണ്ട് താഴ്ത്തി അങ്ങോട്ടിടും. ചെയ്ത തെറ്റിന് സ്പോട്ടിൽ തൗബയാണ്. ഇത്രയും നേരം ഔറത്ത് കാണിച്ച് നടന്നത് ആദരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മുണ്ടങ്ങ് താഴ്ത്തും. അതോടുകൂടി അവനൊരു മാന്യതയുള്ള മനുഷ്യനായി മാറും. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനുകളിലും മാളുകളിലും കല്യാണ മണ്ഡലങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ കേവലം ഇത്തിരി പോന്ന ഒരു നിക്കറും ഇട്ടുകൊണ്ടാണ് 10, 40, 50 വയസ്സുള്ള മനുഷ്യന്മാർ വരെ വരുന്നത്. ഒരു ട്രൗസർ മാത്രം ധരിച്ചുകൊണ്ട് പബ്ലിക് ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആള്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അവരൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ വന്നാൽ അവരെന്താ ചെയ്യുക? ഈ ഇട്ട നിക്കർ താഴ്ത്താൻ പറ്റുമോ? എന്താ മനുഷ്യന്റെ അവസ്ഥ? അതൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ പുരോഗമനമല്ല. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ലോകം മാറിയില്ലേ? കാലം ഒരുപാട് പുരോഗമിച്ചില്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നില്ലേ? റോബോട്ടിക്സിന്റെ ലോകമല്ലേ? ഡ്രോണുകളുടെ ലോകമല്ലേ? പറയുന്ന കേട്ടാ തോന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോഴാണ് ഈ ട്രൗസർ ഉണ്ടായത്. അല്ല, ദുനിയാവിലും മനുഷ്യന്മാര് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഉടുത്ത് നടക്കുന്നവരും ഉടുക്കാതെ നടക്കുന്നവരുമുണ്ട്. അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി യാതൊരു ബന്ധവുമില്ല. ലോകത്തിൻ്റെ പുരോഗമനവുമായി
ഈ പറഞ്ഞ ഉടുക്കാതെ നടക്കുന്ന സംസ്കാരത്തിന് യാതൊരു ബന്ധവുമില്ല. ലോക ചരിത്രത്തിൽ ഏത് കാലത്തും ഉടുത്തു നടന്നവരും ഉടുക്കാതെ നടന്നവരുമുണ്ട്. എന്താ വ്യത്യാസം? നാണവും മാനവും ഉള്ള ആളുകൾ ഉടുത്തു നടക്കും, അത് രണ്ടും ഇല്ലാത്ത ആളുകൾ ഉടുക്കാതെ നടക്കും, അത്രേ ഉള്ളൂ. അതിന് വെറുതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മണ്ടയിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തിന്റെ പുരോഗമനവുമായി ഈ ലജ്ജയില്ലാത്ത സംസ്കാരത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം.